ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാജേട്ടനെയും അതുപോലെ തന്നെ അനിയൻകുട്ടനും ജോസും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം വിക്രം വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേനും അനിയൻകുട്ടൻ ഒരു കഥ പറഞ്ഞു. അപ്പം അനിയൻകുട്ടനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതിനുള്ള ഉത്തരം ഞാൻ പറയാം. നീ അവിടുന്ന് ഇറങ്ങിപ്പോയ ശേഷം എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പം എന്താണേലും അവിടെ നിന്ന ഒരു പാർട്ടിക്കാരനോട് രാജേട്ടൻ ഇങ്ങനെ പറയാണ്. എന്നാലും അവനോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അവൻ പാവം വല്ലാണ്ട് വിഷമിച്ചാ പോയത്. സഖാവിന് എന്താണെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുകൂടെ എന്ന് ചോദിച്ചു. അതല്ല, ശ്രീനിസാറിന് നന്നായി വിഷമമായിട്ടുണ്ട്. അവിടെ ചെന്നപ്പോ അതുപോലെയാണ് വിക്രത്തിന്റെ അച്ഛൻ പെരുമാറിയത്. അത് അദ്ദേഹത്തിന് വല്ലാണ്ട് ഫീൽ ചെയ്ത് കാണും. എന്താണെങ്കിലും നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരോടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ എന്താ സാർ എന്ന് വിളിച്ചു. എന്താ, വിക്രത്തിനെ അങ്ങനെ പറഞ്ഞയക്കണ്ടായിരുന്നോ? ശ്രീനിസാറിന് കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ. അതെനിക്കറിയാവിടോ രാജ. അറിയാഞ്ഞിട്ടല്ല, അവന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അവനെ ശിക്ഷിക്കുന്നത് ശരിയല്ല സർ. ശിക്ഷയോ വിക്രത്തിനോ എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പൊ വേഗം എഴുന്നേറ്റ് വന്നിട്ട്, ഞാൻ അവനെ സന്തോഷത്തോടെയാണ് പറഞ്ഞു വിട്ടതെന്നാണോ നിങ്ങൾ കരുതിയത്? അവൻ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാ ഞാനത് ചെയ്തത്. അതെ, എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് മക്കൾ സമൂഹത്തിൽ നല്ല പേരോടെ നല്ല രീതിയിൽ ജീവിക്കണം എന്നല്ലേ? അതുപോലെ തന്നെയാ സുധാകരൻ മാഷ് എന്നോട് വഴക്കിട്ടോ എങ്കിൽ ആ ആഗ്രഹം കൊണ്ട് മാത്രമാ. അത് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. പക്ഷെ സാറിന്റെ അടുത്ത് നിന്ന് മാറിയിട്ട് സന്തോഷമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എന്ത് പ്രത്യേകതയാ ഉള്ള രാജ? ഞാൻ എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെ പിന്തുണ കിട്ടിയാലും ഒരു ഭാഗത്തിന് റൗഡിയും തെമ്മാടിയും രാക്ഷസനും ഒക്കെയല്ലേ ഞാന്. അത് എന്റെ കൂടെ നിന്ന് അവനും അങ്ങനെ ആയി പോയി എന്നാണ് അവര് കരുതുന്നെങ്കിലോ തെറ്റു പറയാൻ പറ്റുമോ? യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആയി മാറുന്നതോടെ ആ പേരൊക്കെ മാറും സഖാവേ. ഇതിപ്പോ സഖാവ് തന്നെ അവനെ ശരിക്കും ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും കുഴപ്പത്തിലേക്കല്ലേ ചെല്ലുവോ? അവനെ അങ്ങനെ വിട്ടു കളയണോ? അവൻ നമുക്കൊരു മുതൽക്കൂട്ടല്ലേ എന്ന് ആ പാർട്ടിക്കാരൻ ഇങ്ങനെ ചോദിക്കുക. സാറിനിങ്ങനെ അടിപിടിക്കും പഴക്കിനും പറഞ്ഞയക്കണ്ടെന്ന് തീരുമാനിച്ചോ? പക്ഷെ കൂടെ നിർത്തണം. അവന്റെ ഭാവി സാറിന്റെ കൂടെ പൊളിറ്റിക്സിൽ തന്നെയായിരിക്കും. കൈവിട്ട അവനെ ആര് കൈവിടുന്നു? ഒരിക്കലും ഇല്ല രാജ. ഓൻ ഒരു കുഴപ്പത്തിനും ചെന്ന് ചാടില്ല. അതിനെ ശ്രീനിവാസൻ ഒരിക്കലും സമ്മതിക്കില്ല. പോരെ, അത് മതി എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിക്രത്തിനോട് പറഞ്ഞു കേട്ടോ. നീ ഇത്ര വലിയ സംഭവമായിട്ട് കണ്ട എല്ലാ ദിവസവും കയറി ചെല്ലുന്നത് പോലെ നീ അങ്ങ് കയറി ചെല്ല്. അല്ലാതെ പിന്നെ സാർ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് നീ കരുതിയോ? എന്നാലും നീ ഒന്ന് ഒലഞ്ഞു, ശരിയല്ലേ? വേറെ ആരായാലും എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ എന്ന് അറിയാലോ. പക്ഷെ ശ്രീനിസാറിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ തണലിൽ തന്നെ നിൽക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും ഒരു കാരണമുണ്ട്. നീ ശ്രീനിസാറിന്റെ കൂടെ ഇല്ല എന്ന് അറിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവര് പതിയെ ഉണരും. ഇപ്പൊ തന്നെ തക്കം കിട്ടിയാ പലരും വെറുതെ ഇരിക്കില്ല. അപ്പൊ തന്നെ നീ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞാ പിന്നെ ഊഹിക്കാലോ. അപ്പൊ ഈ സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, എന്താണേലും തൽക്കാലത്തേക്ക് നിന്റെ സ്വസ്ഥത കളയാനുള്ള ആ ഒരാള് വരുന്നുണ്ട്. ബാക്കി നമുക്ക് ഇതിന്റെ കാര്യം പിന്നെ ആലോചിക്കാം. എന്നാ പിന്നെ നിങ്ങളൊരു തീരുമാനത്തിലെത്ത എന്ന് പറഞ്ഞ ഇവരുടെ പണിക്കങ്ങ് പോയി കേട്ടോ. അപ്പൊ രാധ നേരെ വന്നു വിക്രത്തിന്റെ അടുത്തേക്കാ വന്നത്. വിക്രത്തിനെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റു. അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു രാധ. അപ്പൊ അവിടെ നിന്നു ആള്. എന്നിട്ട്, അതെ, ആണുങ്ങളായാലേ പറയുന്ന വാക്കിന് വില വേണം. വിക്രമേട്ടൻ ഒരാൺകുട്ടിയാണെന്നായിരുന്നു എന്റെ വിശ്വാസം. എന്നോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനെന്നല്ല ഒരു പെൺകുട്ടിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്. എന്നിട്ടോ അവളുമായിട്ട് കറങ്ങി നടക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല. അവളുമായിട്ട് തറവാട്ടമ്പലത്തിൽ പോകുന്നു, കുടുംബ വീട്ടിൽ പോകുന്നു, ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ പോകുന്നു. അച്ചമ്മയുമായി ചേർന്ന് നടത്തുന്ന നാടകമൊക്കെ ഞാൻ അറിഞ്ഞില്ല എന്നാണ് വിചാരിച്ചത്. എല്ലാം കൃത്യമായിട്ട് അറിയിക്കാൻ എന്റെ വീട്ടിൽ തന്നെ ഒരാളുള്ളപ്പോ ഞാൻ കരുതുന്നത് തന്നെ വിഡ്ഢിത്തരമല്ലേ? പിന്നെ എന്റെ മുന്നിൽ മാത്രം അവളോട് അടുപ്പമില്ലാന്ന് പറയുന്ന എന്തിനാ? എത്ര നാൾ നിങ്ങൾ എന്റെ മുന്നിൽ നാടകം കളിക്കും? സാഹചര്യം മനസ്സിലാക്കാതെ നീ ഭ്രാന്ത് പറയാൻ നിൽക്കല്ലേ. നീ പോവാൻ നോക്കാൻ. ചോദിക്കുമ്പോഴേ വിക്രമൻ എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? നിന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ രാധേ? പറഞ്ഞു. എനിക്കറിയേണ്ടത് വിക്രമേട്ടനും അവളും തമ്മിൽ പ്രേമമായോ അല്ലയോ എന്നാണ് അറിയേണ്ടത്.
പറയാ. അപ്പൊ വിക്രം കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. എന്താ തുറന്നു പറയാൻ ഇത്ര മടി? ഉള്ളത് പറ എന്ന് പറഞ്ഞു. അവസാനം വിക്രം വേഗം തന്നെ ആലോചിച്ചത് മാലതി ചേച്ചിനെയാണ്. അപ്പൊ വിക്രം എന്ന് വിളിച്ച് ഒരു ദിവസം വന്നിരുന്നു. എന്താ ചേച്ചി, നിന്നെ കാണാൻ ഞാൻ വന്നതാ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യപ്പായിട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചോ. രാധയുടെ കാര്യ എന്ന് പറഞ്ഞു. പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ ഇതൊന്നും കേൾക്കത്തില്ല എന്നുള്ള ഭാവത്തിലാ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് അവളോട് സംസാരിച്ചതാ ചേച്ചി. എനിക്കറിയാം മോനെ, പക്ഷേ അവള് നിന്റെ പുറകെ നടന്ന് കാലങ്ങളോളം നടന്നപ്പോഴൊന്നും ഞാൻ മിണ്ടിയിട്ടേയില്ല. പക്ഷെ ഇപ്പോ അതല്ല സ്ഥിതി. അതുകൊണ്ട് ഇപ്പോഴും അവള് വിശ്വസിക്കുന്നത് നിന്റെയും വേദയുടെയും വിവാഹം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്നാ വിചാരിച്ചത്. ചേച്ചി, വേദയും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് രാധയെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതിലുപരി അതാണ് പ്രശ്നം. ചേച്ചിയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുള്ളതാ. അതെനിക്ക് അറിയാം മോനെ, അറിയാനിട്ടല്ല ഞാൻ ഇവിടെ മോനെ കാണാൻ വന്നത്. എൻ്റെ മോൾക്ക് വേണ്ടി അപേക്ഷിക്കാനൊന്നുമല്ല. അവളെ നീ വിവാഹം കഴിക്കണമെന്നോ ജീവിതം കൊടുക്കണമെന്നോ എന്ന് പറയാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ല ഈ ഞാൻ. നീയും വേദയും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാലും പിരിഞ്ഞാലും എൻ്റെ മകളെ അത് ബാധിക്കാൻ പാടില്ല. ഒരമ്മ എന്ന നിലയിൽ അതെനിക്ക് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ശരി, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയേ. അവളുടെ മനസ്സിൽ നിന്നിലാണ് ഇപ്പോഴും വച്ചിരിക്കുന്നത്. അവളെ നീ അകറ്റി നിർത്തണം. അവളെ നീ ഒരിക്കലും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല എന്ന് മുഖത്ത് നോക്കി അവളോട് പറയണം. ഇങ്ങനെ ഒരാളെ മനസ്സിലിട്ട് നടന്നതിന് അവൾക്ക് വെറുപ്പ് തോന്നണം. അത് മാത്രം പോരാ, ഇത്രയും കാലം നീ എന്ന് പറഞ്ഞു നടന്നത് വിഡ്ഢിത്തരമായി പോയി എന്ന് തോന്നിയാലേ അവളുടെ മനസ്സ് മാറൂ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ നീ ചെയ്യണം. ചേച്ചി എന്തൊക്കെ പറയുന്നത്? സ്വന്തം മകളെ കൈവിടരുതേ എന്നല്ല ഞാൻ പറയുന്നത്. അവളെ ഒന്ന് അകറ്റിത്താ. അത് മാത്ര. നിന്റെ പേര് കേൾക്കുമ്പോഴേ ശപിക്കുന്ന മട്ടില് അവളെ മനസ്സൊന്ന് മാറ്റിത്താ. അതിലും കൂടുതൽ അപേക്ഷിക്കാനായിട്ട് എനിക്കറിയില്ല മോനെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാ. അപ്പം എന്നിട്ട് മാലതി ചേച്ചി കരഞ്ഞോണ്ട് പോയി. ആ ഒരു കാര്യം പെട്ടെന്ന് വിക്രത്തിന്റെ മനസ്സിലേക്ക് വന്നു. എന്താ മിണ്ടാത്തത്? മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ മിണ്ടാത്തത്? രാധേ, നീ എന്തൊക്കെയാ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്നെ പറ്റി നീ കരുതുന്ന പോലെ ഒരു വിചാരവുമില്ല. മാത്രവുമല്ല, ദേ എനിക്ക് വേദയെ അവളെ എനിക്ക് ഇഷ്ടവുമാണ് എന്നോട് പറഞ്ഞു. എന്ന് വെച്ചാ എനിക്ക് വേദയോട് പ്രേമമാണ് എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പൊ രാധ ആകെ ഷോക്കായി പോയി കേട്ടോ. ശരിക്കും ഷോക്കായി പോയി. ആളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ എന്നറിയാത്തൊരവസ്ഥ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതെ, ആദ്യം മുതലേ അവളെ എനിക്ക് ഇഷ്ടമായിരുന്നോ? എൻ്റെ മനസ്സിൽ അവളോട് പ്രേമുണ്ടായിരുന്നോ? പക്ഷെ ഇങ്ങോട്ടുണ്ടായിരുന്നോ എന്നായിരുന്നു സംശയം. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവൾക്കും എന്നോട് പ്രേമുണ്ട് എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി അവളുടെ കൂടെയാ എൻ്റെ ജീവിതം. എൻ്റെ വർത്തമാനവും ഭാവിയും ഭൂതവും ഒക്കെ അവളുടെ കൂടെ തന്നെയായിരിക്കും. അതുകൊണ്ട് എന്താ മതിയോ എന്ന് ചോദിച്ചു. ഇതിലും വ്യക്തമായി നിന്നോട് ഞാൻ എങ്ങനെയാ ഇനി പറഞ്ഞു തരിക? അതുകൊണ്ട് എനിക്കിനി പറയാൻ ഒന്നുമില്ല എന്നുകൂടി ചേർത്തു കേട്ടോ. അപ്പൊ കുറെ നേരം രാധ ഇങ്ങനെ അനങ്ങാതെ നിന്നു. എനിക്ക് നിന്നോട് ഒരിഷ്ടവും തോന്നില്ല. മാത്രവുമല്ല, നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് നിന്നെ അറപ്പും വെറുപ്പും ദേഷ്യവും ഒക്കെയാ വരുന്നത്. എന്താ മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴും ആളൊന്നും മിണ്ടാതെ സ്റ്റക്കായി നിന്നോട്ടോ. ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം രാധ വണ്ടി എടുത്തങ്ങ് പോവാണ്. അപ്പൊ അനിയൻകുട്ടനും രാജേട്ടനും ഒക്കെ വന്നിട്ട്, എടാ, അതിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. ഇങ്ങനെ കരണത്തടിക്കുന്ന പോലെ പറയേണ്ടിയിരുന്നില്ല. ചെറിയ പിള്ളേരാ, വകതിരിവില്ലാതെ എന്ത് കാണിക്കുന്നു പറയാൻ പറ്റില്ല. ഏയ്, അങ്ങനെ മണ്ടത്തരമൊന്നും ചെയ്യാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ അവക്കുണ്ട്. എന്നാലും വെറും പാവമായിരുന്നടാ. ചെറുപ്പം മുതലേ നിന്റെ ചുറ്റും കറങ്ങായിരുന്നില്ലേ? നീ ഇല്ലാത്തൊരു ലോകം അവക്കുണ്ടായിരുന്നില്ല. അത് ഉറപ്പാ. ഞാനായിട്ട് ആ ലോകത്തുനിന്ന് മാറിയില്ലെങ്കിൽ ഇനി അത് അവളുടെ ഭാവിയെ തന്നെ ബാധിക്കും ജോസഫെ. അപ്പൊ അടുത്തയാള് അപ്പൊ ജോസഫ് നോക്കിയിട്ട്, ആഹാ, മുള്ളെടുത്ത് കളഞ്ഞപ്പോ മുള്ളാണി കയറി എന്ന് പറഞ്ഞ പോലെയായി നിന്റെ കാര്യം. എന്തായാലും ബെസ്റ്റ് ടൈം ആളിയാ നിന്റേത്. ദാ നോക്ക്,
അപ്പോ ദേ വേദ പാത്രമൊക്കെ പിടിച്ച് ദേ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് അടുത്തേക്ക് വന്നു. അപ്പൊ അവരെല്ലാവരും നിപ്പുണ്ട്. അല്ല, അന്തരീക്ഷം കുറച്ച് കലുഷിതവും കലാപബാധിതവുമാണെന്ന് തോന്നുന്നു, ശരിയാണോ? അപ്പൊ രാജേട്ടനെ ഒന്ന് ചിരിച്ചു കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴി വിക്രം രാധ എന്നുള്ള ഒരു ഓട്ടോറിക്ഷ പാഞ്ഞു പോകുന്നത് കണ്ടു. വേദയെ കണ്ടോ? കണ്ടില്ല. ആ പോക്ക് കണ്ടിട്ട് കാണാതിരുന്നത് നന്നായി എന്ന് തോന്നി. കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇടിച്ചിട്ടിട്ട് പോയേനെ. അത് ശരിയാ, അത് നടന്നേനെ. ഇനി സൂക്ഷിക്കുന്നത് നല്ല കേട്ടോ എന്ന് അനിയൻകുട്ടനും. ആയിക്കോട്ടെ, ഇങ്ങനെ ഒരാളെ കെട്ടിപ്പോയില്ലേ, അടി ഇടി വെടി പുക എല്ലാം സഹിച്ചല്ലേ പറ്റൂ. നീ എന്താ ഇവിടെ കയ്യില് കണ്ടില്ലേ? അതെ, നിങ്ങളെല്ലാവരും രാജേട്ടാ മണി 1 കഴിഞ്ഞു. നിങ്ങൾ വർക്ക്ഷോപ്പില് ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നില്ലേ? മോളെ, ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവായിരുന്നു. എന്നാവട്ടെ, വിക്രമൻ ചേട്ടനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, പകർച്ചയോ? ആ, പാടത്തൊക്കെ പോകുന്ന കെട്ടിയോന്മാർക്ക് ഫുഡുമായിട്ട് പോകുന്ന സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ രാത്രിയും പകലൊന്നും ഇല്ലാതെ വർക്ക്ഷോപ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്ന വിക്രമേട്ടന് പൊതിച്ചോറുമായിട്ട് വന്നതാ ഞാൻ. എന്താ ജോസഫേ, പറ്റുമെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പോകുന്നതിന് മുൻപ് എവിടുന്നെങ്കിലും ഒരേല വെട്ടി തന്നിട്ട് പോവോ? ചേട്ടനൊന്ന് ഇരുന്നോട്ടെ. പിന്നെന്താ, ഇപ്പൊ കൊണ്ടുവരാം. എന്നിട്ട് അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട് എന്ന് പറഞ്ഞ നല്ല പാട്ടൊക്കെ പാടി ജോസഫോ ബാക്കി എല്ലാവരുടെ ഡാൻസ് കളിക്കുക കേട്ടോ. അപ്പൊ വേദയും കൂടി ഇത് കൊണ്ടിട്ട് വിക്രത്തിന് സഹിച്ചില്ല ദേഷ്യം. ഡാ നിർത്തറ എന്ന് പറഞ്ഞു. വാട ജോസഫേ, നമുക്ക് പോയി കഴിക്കാം. അവര് ഭാര്യയും ഭർത്താവും എണ്ണയും പറഞ്ഞിരിക്കട്ടെ. കൈ പോയാലേ സ്പാൻഡർ സ്കൂളിലൊന്നും പിടിക്കാൻ പറ്റില്ല. വേഗം വാ എന്ന് പറഞ്ഞ ഇവര് 3 പേരും ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ വേദ വേഗം തന്നെ ഫുഡ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ ഇത് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയിരിക്കുകയാണ് കേട്ടോ വിക്രം. നിന്നോടല്ലേ പറഞ്ഞത് ഇതൊക്കെ എടുത്തു മാറ്റാൻ? ഞാൻ ഇതൊക്കെ എത്ര കണ്ടതാ. എന്നിട്ട് വേദ തുറന്നിട്ട് ഫുഡ് എടുത്ത് ദാ കഴിക്കുക എന്ന് പറഞ്ഞു. വിക്രം അത് കൈ കൊണ്ട് ഒരൊറ്റ തട്ട് കേട്ടോ. ചോറിങ്ങനെ തെറിച്ചുപോയി. അത് കണ്ടപ്പോ വേദയ്ക്ക് വല്ലാത്ത ഇതായി പോയി കേട്ടോ. വല്ലാതെ ഒരു എന്താ പറയാ, സങ്കടമായിപ്പോയി എന്നുള്ളതാണ് സത്യം. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വേദ വന്നു. വേദ പതുക്കെ അവിടെ ചെന്നു. എന്നിട്ട് ആ പാത്രവും ചോറും ഒക്കെ ആ കൈ കൊണ്ട് മണ്ണി കിടന്നത് തന്നെ ഇങ്ങനെ വാരിയെടുക്കുകയാണ്. വാരിയെടുത്തിട്ട് വേദ ഇങ്ങനെ നോക്കി. നിങ്ങളിപ്പൊ തട്ടിക്കളഞ്ഞ ആ ഭക്ഷണം ഉണ്ടല്ലോ, അതുണ്ടാക്കാനായിട്ട് നിങ്ങളുടെ അച്ഛൻ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെയാ അമ്മയെ ചോറ് എന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോ നിങ്ങൾ അതിന്റെ പെന്നില് വിയർപ്പിന്റെ വില അതറിഞ്ഞിട്ടില്ല. നിങ്ങൾ അതിന്റെ ഹുങ്കായി ഇപ്പൊ കാണിച്ചത്. അതിന് എന്ത് വർത്തമാനമാ പറയാനുള്ളത്? ഒരു ദിവസം ചാക്ക് ചുമക്കാൻ പോയപ്പോഴോ മേലാകെ കുഴഞ്ഞ് വയ്യാതെ പോയ ആളല്ലേ. പക്ഷെ ദേഷ്യം വന്ന് തട്ടിത്തെറിപ്പിക്കാൻ എന്തെളുപ്പമായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എത്ര പേര് ഈ ലോകത്ത് കൊതിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേറെ ഒരുപാട് വഴികളുണ്ട്. അത് അന്നത്തോട് ഒരിക്കലും കാണിക്കരുത്. അത് കാരണം അന്നം എന്ന് പറയുന്നത് നിങ്ങൾ കൂടി വേണ്ടി നിങ്ങളുടെ അമ്മ അതുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. ഇന്ന് വീട്ടിലെത്തിയാലും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇതേ അന്നത്തിന്റെ മുന്നിലാ എന്ന് പറഞ്ഞു. എന്നിട്ട് വേദ അത് വാരി എടുത്തു കേട്ടോ. എന്നിട്ട് വേദയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് കാര്യം വന്നു വേദയ്ക്ക്. ഇത് നേരെ വന്നിട്ട് ഇനി ഓരോ തവണ നിങ്ങൾ ചോറിന് മുന്നിൽ ഇരിക്കുമ്പോഴാ മണ്ണ് പുരണ്ട ഈ ചോറിന്റെ ചിത്രം അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞു. അതിങ്ങനെ നോക്കി വിക്രം ആകെ വല്ലാണ്ടായിപ്പോയി. വേണ്ടായിരുന്നു എന്ന് തോന്നേ. പട്ടികളുടെയും കാക്കകളുടെയും കൂടി എച്ചിത്തൊട്ടിയിൽ കൈയിട്ട് വാരി എന്താ പറയാ വിശപ്പകറ്റുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉള്ള ഈ ഒരു കാലഘട്ടത്തിലാ നിങ്ങൾ ഈ അഹമ്മതി കാണിച്ചതെന്ന് ഓർക്കണം. അത് മനസ്സിലാക്കാൻ പണിയെടുത്ത വീട് പടത്തുന്ന കൂട്ടുകാരുടെ പണിസ്ഥലത്ത് വന്നിരുന്ന് സൊറ പറഞ്ഞ് സമയം കളഞ്ഞാ പോരാ. അവരെ പോലെ അധ്വാനിക്കാനും ശ്രമിക്കണം. അല്ലാതെ ഇങ്ങനല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ വേദ വേഗം തന്നെ അതെല്ലാം കൂടി ആ പാത്രത്തിലേക്ക് ആക്കുകയാണ്. അപ്പൊ വേഗം വിക്രം ചോദിക്കുകയാണ്, ഇതെന്തിനാ ഈ പാത്രത്തിലാക്കുന്നത്? അതെ, നിങ്ങൾക്കേ വേണ്ടാതേ ഉള്ളൂ. അടുക്കളപ്പുറത്ത് വിശന്ന് വരുന്ന പട്ടികൾക്കും പക്ഷികൾക്കും ഈ ഭക്ഷണത്തോട് ഒരു പുച്ഛം ഉണ്ടാവില്ല. അവര് കഴിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് വേദ അതെല്ലാം എടുത്ത് ഇതാക്കി നേരെ വീട്ടിലേക്ക് പോവാട്ടോ. വിക്രത്തിന് അടി കിട്ടിയ പോലെ ആയി പോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം. വിക്രം ആകെ ഷോക്കായി പോയി. പിന്നെ കാണുന്നത് നന്ദിനിയാണ്. അപ്പൊ എന്താ പറയാ, വിനായകൻ വരുമ്പോ നന്ദിനി ഒരുമാതിരി എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുക.
ഇവളെന്താ ദൈവമേ, ഇതിപ്പോ എന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായോ, എന്താണാവോ ചിന്തിച്ചു കൂട്ടുന്നത്. നന്ദിനി എന്ന് വിളിച്ചു. ആളടുത്ത് വന്നിട്ട്, ആഹാ എന്താ നോട്ടം, എന്താ നിനക്ക്, എന്തു പറ്റി എന്ന് ചോദിച്ചു. പന്തിയല്ലല്ലോ നോട്ടം. അല്ല, കേക്ക്. കേക്കോ? അതെടുത്ത് താഴോട്ടിട്ടു. നന്ദിനി, നീ എന്താ, ഞാൻ പറയുന്ന ആദ്യം കേക്ക്, എന്നിട്ടാവാം നിങ്ങളുടെ ഒരു കേക്ക്. നീ പറ, ഞാൻ കേക്കാം എന്ന് പറഞ്ഞു. ഇത്രമാത്രം ടെൻഷൻ അടിക്കാൻ നീ എന്താടി ആലോചിച്ച് കൂട്ടുന്നത്? അവളെ പറ്റി തന്നെ. ആരെ? വേദയെ പറ്റിയോ? അല്ലാതെ ആരാ മനുഷ്യ എന്റെ ഉറക്കം കെടുത്താനുള്ളത്? അവള് നിന്നെ ഉറക്കം കെടുത്തുന്നത്. നീ എന്താ പറയുന്നത്? ഇല്ലേ, എന്റെ ഉറക്കം കെടുത്തിയില്ലേ? അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലേ? ഈ വീട്ടില് നമ്മളെ ഒറ്റുകൊടുത്തത് അവളല്ലേ? അച്ഛൻ നമ്മളെ ചീത്ത വിളിച്ചതും നിങ്ങളെ തള്ളി പറഞ്ഞതും ഒക്കെ അവള് കാരണമല്ലേ? അതുമാത്രല്ല, ഈ വീട്ടില് എനിക്കൊരു സ്ഥാനമില്ലാതായി പോയത് അവള് കാരണമല്ലേ? അമ്മ എന്നോട് പെരുമാറുന്ന രീതിക്ക് പോലും മാറ്റം വന്നത് അവള് വന്ന ശേഷമല്ലേ? അയ്യോ, ഇത് മെന്റലായും തോന്നല്ലേ ഈശ്വരാ. അപ്പൊ വിനായകൻ പേടിക്കുവോ? ഒരു കുഞ്ഞിക്കാല് പോലും കണ്ടിട്ടില്ല, അതിനു മുൻപേ ഭാര്യയ്ക്ക് വട്ടായി പോയല്ലോ. അപ്പൊ വിനായകൻ ഇങ്ങനെ നിന്ന് സങ്കടപ്പെടുക കേട്ടോ. നിങ്ങളെന്താ മനുഷ്യ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കണേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഉളമ്പാറയ്ക്ക് പോണോ അതിന് കുതിരവട്ടത്തേക്ക് ടിക്കറ്റ് എടുക്കണോ എന്ന് ആലോചിച്ചതാ. ഓഹോ, അപ്പോ ഞാനിവിടെ ഉള്ളാകെ പുകഞ്ഞു പുള്ളിയിരിക്കുമ്പോ നിങ്ങള് ടൂറ് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കോ അല്ലേ? ടൂറോ? കുതിരവട്ടത്തേക്കോ? എന്റെ ദൈവമേ, എന്റെ ഒരു ഗതികേട്. നിങ്ങളുടെ മാത്രല്ല എന്റെയും ഗതികേട്. അതിന് കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. വന്ന് അവൾ അച്ഛനെ വരെ തിരുത്താനും ഉപദേശിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എനിക്ക് ഒരു വിലയുണ്ടാവില്ല, അത് ഉറപ്പാ. അപ്പം നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? എന്റെ പൊന്നു നന്ദിനി, പറയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്റ്റേജ് 1 ആണോ 2 ആണോ എന്നാലോചിക്കായിരുന്നു. എന്ത്? അല്ല നന്ദിനി, ഞാൻ പറയുന്നത് നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്താ? ആദ്യം നമ്മൾ കാര്യം മനസ്സിലാക്കണം, പിന്നെ ചികിത്സയിൽ പോണം. ചികിത്സയോ? എന്തിനാ എന്ന് ചോദിച്ചു. അതായത് ആരെയെങ്കിലും നമ്മൾ മനസ്സിൽ ശത്രുക്കളായിട്ട് കണ്ടാൽ പിന്നെ നമ്മളുടെ ചിന്തയെല്ലാം അവരെന്തു ചെയ്യുന്നു എന്ന ചിന്തയിലേക്ക് പോകും, ശരിയല്ലേ? അതാണ് സ്റ്റേജ് 1. പിന്നെ സ്റ്റേജ് 2 എന്താണെന്നറിയണ്ടേ? അവരെ പറ്റി മാത്രം ഓർത്ത് ഊണില്ലാതെ ഉറക്കമില്ലാതെ അവര് നമ്മളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചാൽ സമാധാനം പോവും. ഇങ്ങനെ നിൽക്കുന്നതാണ് സ്റ്റേജ് 2. മനസ്സിലായോ? അപ്പൊ സ്റ്റേജ് 3 ആയാൽ പിന്നെ നീ മുടിയൊക്കെ അഴിച്ചിട്ട് ഈ വീടിന് ചുറ്റും ഓടാൻ തുടങ്ങും. എന്താ? അപ്പോഴാണ് നന്ദനിക്ക് ക്ലിക്കായത്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.